ബന്ധം പിരിയാൻ പോകുന്നവർ. ഇനി വേണ്ടതൊരു കോർട്ട് ഓർഡർ മാത്രം. അത് അധികം താമസിയാതെ കിട്ടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ അങ്ങനെ ഒരു രംഗം വേണമായിരുന്നു മോളെ. അയാൾ സംസാരിക്കാൻ മുതിർന്നാലും നീ ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു, അല്ലേ? പക്ഷെ എന്റെ മോളത് ചെയ്തില്ല. റോഡ് അരികിൽ നിന്ന് പരസ്യമായി സംസാരിച്ചു. തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത, ഒരു പൊരുത്തക്കേടുമില്ലാത്ത രണ്ടുപേരെ പോലെ. അച്ഛനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ നമ്മൾ കാണുന്നില്ലെങ്കിലും സമൂഹം നമ്മളെ കാണുന്നുണ്ട്. നീ അയാളുമായി സംസാരിച്ചെന്ന് മാത്രമല്ല, ദിലീപിന്റെ അളിയനെ അയാളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു, അല്ലേ? മനസ്സിലായി. അച്ഛനതെങ്ങനെ അറിഞ്ഞെന്ന് മനസ്സിലായി. ഇല്ല അച്ഛാ, ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല. അയാളാണ് പ്രസാദേട്ടനെ അപമാനിച്ചത്. അതുകൊണ്ട് മാത്രം ഞാൻ ആ മനുഷ്യനോട്. ആ മനുഷ്യൻ നിന്റെ ആരാണ്? ആരാകാൻ പോകുന്ന ആളാണ്? അത് നീ മറന്നോ? അച്ഛാ, നിന്നെ അച്ഛൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഒരിക്കൽ തകർന്നു പോയ എന്റെ മോളുടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാൻ അച്ഛൻ ശ്രമിക്കുമ്പോ മോളായിട്ട് അത് തകർക്കരുത്. എല്ലാം അറിഞ്ഞ് എല്ലാം മറന്ന് നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് ദിലീപ്. ആ മനസ്സിലിപ്പോ തെറ്റിദ്ധാരണയുടെയോ സംശയത്തിന്റെയോ ഒരു ചെറിയ കരട് പോലുമില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല മോളെ. ആ മനുഷ്യൻ അച്ഛനോട് ഇങ്ങനെ പരാതിപ്പെടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛാ. തെറ്റ് ചെയ്തത് അയാളാണ്. പ്രസാദേട്ടനെ മാനസിക രോഗിയെന്ന്. പ്രസാദേട്ടൻ ആരാ അയാള്? കുറെ കാലം നീ അയാളെ അങ്ങനെ വിളിച്ചിരുന്നു, അയാളുടെ ഭാര്യ ആയിരുന്നപ്പോ. പക്ഷെ ഇപ്പൊ അയാൾ നിന്റെ ഭർത്താവല്ല. നിങ്ങൾ വേർപെട്ട് കഴിഞ്ഞു. എന്താ ആ സത്യം ഇനിയും നിനക്ക് ബോധ്യമായിട്ടില്ലെന്നുണ്ടോ? അതോ കോടതി വിധി വന്നെങ്കിൽ മാത്രമേ അത് സത്യമാകൂന്നുണ്ടോ? ഉണ്ടോന്ന്? ഞാൻ പറഞ്ഞില്ലേ സർ, അതാണ് ആ സ്ത്രീ. അവരുടെ വിരലിൽ ദിലീപിട്ട മോതിരം കിടക്കുന്നേ ഉള്ളൂ. മനസ്സിലിപ്പോഴും സ്ഥാനം സാറിന. അതുകൊണ്ടാണ് ദിലീപിന്റെ അളിയനോട് സുമിത്രച്ച് കയർത്ത് സംസാരിച്ചത്. എനിക്കിപ്പോൾ കുറെ കൂടി ഉറപ്പായി. പോസിബിലിറ്റി ഇപ്പോൾ 90% ആയിട്ടുണ്ട്. നാളെ കൗൺസിലിങ്ങിനെത്തുമ്പോൾ ബാക്കി 10% കൂടി ശരിയാവും. നാളെ കൗൺസിലറുടെ മുമ്പിൽ നിന്നുകൊണ്ട് അക്ഷോഭിയായി സുമിത്രച്ച് പറയും, പ്ലീസ് ഡോണ്ട് സെപ്പറേറ്റ് us. We want to live as husband and wife. എന്താ സാർ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് സംഭവിക്കും. വിശാല് ബെറ്റ് വയ്ക്കുന്നു. സാഹസമൊന്നും വേണ്ട വിശാൽ. മറ്റുള്ളവരുടെ മനസ്സ് മറ്റുള്ളവരുടെ മാത്രം. ആ മനസ്സ് കയറി നമുക്ക് ചിന്തിക്കാനാവില്ല. കാത്തിരുന്ന് കാണുക, അത്രേ നമുക്ക് കഴിയൂ. എന്നാൽ എൻ്റെ പോളിസി നേരെ മറിച്ച. പ്രതീക്ഷിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വിശേഷിച്ചും എനിക്കിഷ്ടമുള്ളവരുടെ നന്മയെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ. നാളെ കൗൺസിലിംഗ് റൂമിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു സാർ. ഓക്കെ.
ഈ ശബ്ദം മനസ്സിലായോ മിസ്റ്റർ ദിലീപ്? സംശയിക്കണ്ട, താങ്കളെ നാട്ടിൽ സ്ഥിരം വിളിച്ചിരുന്ന ആ അജ്ഞാതൻ തന്നെ. എന്താ എന്താ ഇപ്പൊ തനിക്ക് വേണ്ടത്? ഇവിടെ വന്നാലും എനിക്ക് സ്വസ്ഥത തരില്ലേ? ഓ, താങ്കളുടെ ഭാവി ജീവിതത്തിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും വിളിക്കുന്നത്. അതും വളരെ ബുദ്ധിമുട്ടി ഈ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച്. മനസ്സിലായില്ലേ? ഇനി മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കണ്ട. ജസ്റ്റ് ഹിയർ വാട്ട് ഐ സേ. ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മോതിരം കൊണ്ട് നിങ്ങൾക്ക് ഒരു മനസ്സ് നേടാൻ പറ്റും തോന്നുന്നുണ്ടോ? എങ്കിലത് തെറ്റി. സുമിത്ര നിങ്ങൾക്ക് മുമ്പിൽ അവരുടെ വിരലെ നീട്ടി തന്നിരിക്കാം, പക്ഷെ ആ മനസ്സ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. അത് പ്രസാദിനുള്ള. നിങ്ങൾ ദുബായിക്ക് പറഞ്ഞ ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് പതിവായിട്ട്. താങ്കൾ സുമിത്രയുടെ വിരലിട്ട മോതിരം ആ കൂടിക്കാഴ്ചക്ക് സാക്ഷിയാവുന്നുണ്ട്. എന്തൊരു ഗതികേട് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കും തോന്നുന്നുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ് സുഹൃത്തെ. അതിലും എളുപ്പത്തിൽ ഒട്ടകം സൂചിക്കൊടലിലൂടെ കടന്നു പോകും. അഥവാ ആ വിവാഹം നടന്നാലും നിങ്ങൾക്ക് സുമിത്രയുടെ ശരീരം മാത്രമേ കിട്ടൂ. മനസ്സ് ആദ്യ ഭർത്താവിന്റെ കൂടെ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പ്രവചിക്കാൻ നോക്കും? എനിക്ക് രണ്ടുപേരെയും വളരെ അടുത്തറിയാവുന്നുണ്ട്. പിന്നെ അവരുടെ അടുപ്പം എനിക്ക് മാത്രമല്ല, നിങ്ങളുടെ ചില ബന്ധുക്കൾക്കും അറിയാം. ഒന്നു മാത്രം മനസ്സിലാക്കുക, ഒരു പമ്പര വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ആ മോതിരവും നോക്കി സുമിത്രയുമായിട്ടുള്ള കല്യാണ സ്വപ്നം കണ്ടെങ്കിൽ ഇരിക്കാം. ഓക്കെ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. രണ്ടുപേരുടെയും ചിന്താഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മറുപടി ഉണ്ടാകേണ്ടത് മുഖ്യമായും സുമിത്രയുടെ ഭാഗത്തു നിന്നാണ്. കാരണം കഴിഞ്ഞ തവണത്തെ സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് തെറ്റിദ്ധാരണയുണ്ടായത് സുമിത്രയ്ക്കാണെന്നാണ്. ഡോക്ടർ രേഖാമോഹന്റെ ഇഷ്യൂ ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രസാദ് ഡോക്ടർ രേഖാമോഹനെ വിവാഹം കഴിക്കാൻ പോകുന്നെന്ന നുണ ആരോ സുമിത്രയുടെ മനസ്സിലേക്ക് കയറ്റിവിട്ടു. നിങ്ങൾ ഒന്നിക്കരുതെന്ന് വാശിയുള്ള ആരെങ്കിലും ആവണം അത് ചെയ്തത്. ആ നുണക്കഥ കേട്ട് അന്ന് സുമിത്രയുടെ മനസ്സിൽ നഷ്ടബോധം തോന്നിയിരുന്നു. അതേക്കുറിച്ച് ആലോചിക്കാൻ സമയം വേണമെന്നും അന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ശരിയല്ലേ? പക്ഷേ പ്രസാദ് ഡോക്ടർ രേഖാമോഹനെ വിവാഹം ചെയ്യുന്നില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ സുമിത്രയുടെ സ്റ്റാൻഡ് എന്താണ്? മനസ്സിലുള്ളത് എന്തും സുമിത്രയ്ക്ക് തുറന്നു പറയാം. കാര്യങ്ങളുടെ നെല്ലും പതിരും തിരിക്കണമെന്ന് മാത്രം. പ്രസാദിന്റെ മനസ്സ് എനിക്ക് ഏറെക്കുറെ വായിക്കാൻ കഴിയും. സുമിത്രയ്ക്ക് സമ്മതമാണെങ്കിൽ സുമിത്രയെ വീണ്ടും സ്വീകരിക്കാൻ സമ്മതം. അല്ലേ പ്രസാദ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻ്റെ ആഗ്രഹത്തിനോ അഭിപ്രായത്തിനോ അല്ല പ്രാധാന്യം. സുമിത്രയുടെ സ്വാതന്ത്ര്യം, സുമിത്രയുടെ മനഃശാന്തി, അതാണ് പ്രധാനം. സുമിത്ര ഒന്നും പറയുന്നില്ലല്ലോ. ആലോചിക്കാം, തിരിച്ചും മറിച്ചും ആലോചിക്കാം. പക്ഷേ നമ്മെ എവിടെയും എത്തിക്കാത്ത ആലോചനയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല.
സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഉള്ളിന്റെ ഉള്ളിൽ ഒന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിസ്സാരമായ എന്തോ ഒന്നിന്റെ പേരിൽ വാശി പിടിച്ച് പിന്തിരിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ശരിയല്ലേ സുമിത്രേ? ഇന്നോടെ കൗൺസിലിംഗ് അവസാനിക്കുകയാണ്. ഇനി വരാനുള്ളത് കോടതി വിധി. ഒന്നിക്കാനോ വേർപിരിയാനോ ഉള്ള വിധി. രണ്ടിലേത് വേണമെന്ന് നിശ്ചയിക്കാൻ ഒരവസരം കൂടി സുമിത്രയ്ക്ക് മുന്നിലുണ്ട്. എന്ത് തീരുമാനിച്ചു? പറയൂ, എന്ത് തീരുമാനിച്ചു? എനിക്ക് ഡിവോഴ്സ് വേണം. ഫൈനൽ ഡിസിഷൻ ആണോ? അതെ. പ്രസാദ് എന്ത് പറയുന്നു? ഞാനും ആ തീരുമാനത്തോട് യോജിക്കുന്നു.